2024 ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത 2 വ്യക്തികളാണ് ഡൊണാൾഡ് ട്രംപും കെയ്റ്റ് മിഡിൽട്ടണും. ആഗോള ട്രെൻഡുകളുടെ പട്ടികയിൽ നിയുക്ത US പ്രസിഡന്റ് ആദ്യ സ്ഥാനത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വെയിൽസ് രാജകുമാരി 2ാം സ്ഥാനം നേടി. വെയിൽസ് രാജകുമാരിയും ഇംഗ്ലണ്ടിലെ ഭാവി രാജ്ഞിയുമായ കെയ്റ്റ് മിഡിൽട്ടൺ തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് മാർച്ചിൽ പ്രഖ്യാപിച്ചു. രോഗത്തെ ചെറുക്കുന്നതിന് പ്രതിരോധ കീമോതെറാപ്പിക്ക് വിധേയമാകുമെന്നും അവർ വെളിപ്പെടുത്തി. 2023 രാജകുടുംബത്തിന്റെ വാർഷിക ക്രിസ്മസ് ചർച്ച് ഔട്ടിങ്ങിനിടെയാണ് രാജകുമാരിയെ അവസാനമായി കണ്ടത്. അതിനിടയിൽ രാജകുമാരിയുടെ അസാന്നിധ്യത്തെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും ഉണ്ടായി. ചിലർ വില്യം രാജകുമാരനുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് സൂചന നൽകി. സെപ്റ്റംബറിൽ താൻ കീമോതെറാപ്പി പൂർത്തിയാക്കിയെന്നും ക്യാൻസർ വിമുക്തയായി തുടരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്നും കേറ്റ് വെളിപ്പെടുത്തി. ഗൂഗിൾ ട്രെൻഡ് കാണിക്കുന്നത് രാജകുമാരിയുടെ ക്യാൻസർ പ്രഖ്യാപനത്തിന് ശേഷം കെയ്റ്റ് മിഡിൽട്ടന് എന്ത് ക്യാൻസറുണ്ട്, കെയ്റ്റ് മിഡിൽട്ടൺ ഹെൽത്ത് അപ്ഡേറ്റ് തുടങ്ങിയ വാക്യങ്ങൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞത്. ക്രിമിനൽ ശിക്ഷയും ഇംപീച്ച്മെന്റും വകവയ്ക്കാതെ US അധികാരത്തിൽ തിരിച്ചെത്തി ലോകത്തെ അമ്പരപ്പിച്ച ഡൊണാൾഡ് ട്രംപിന് 2024 ഒരു സുപ്രധാന വർഷമായിരുന്നു. ട്രംപിന് നേരെയുള്ള വധശ്രമം പരാജയപ്പെട്ടത് ഈ തിരിച്ചുവരവിന് ഗുണം ചെയ്തു. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ നടന്ന ഒരു റാലിക്കിടെ അന്നത്തെ റിപ്പബ്ലിക് മുന്നണിക്കാരൻ ഒരു സ്നൈപ്പറുടെ തോക്കിൽ നിന്നും ചെവിയിൽ വെടിയേറ്റു. ആക്രമണത്തെ തുടർന്ന് സ്ഥലത്താകെ അരാജകത്വം ഉടലെടുത്തു. എന്നാൽ ട്രംപ് ചെവിയിൽ നിന്ന് രക്തം വരുന്നതിനിടെ വായുവിൽ മുഷ്ടി ഉയർത്തി ആക്രോശിച്ചു. നിരവധി ദശാബ്ദങ്ങൾക്കുള്ളിൽ ഒരു US പ്രസിഡന്റിന്റെ ഏറ്റവും മികച്ച നിമിഷമാണ് ഈ ചിത്രമെന്ന് വിലയിരുത്തപ്പെട്ടു. ആക്രമണത്തിന് ശേഷം ട്രംപ് വധശ്രമം ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്യമായി മാറി. ഒരു മാസത്തിനു ശേഷം തന്റെ എതിർ സ്ഥാനാർത്ഥി ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് കമല ഹാരിസിനെതിരെ ട്രംപ് ഉജ്ജ്വല വിജയവും നേടി.